ഇ.പി. ജയരാജന്റെ ആത്മകഥയാണ് വിഷയം. വിധി ദിനത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന CPIM നേതാവ് ഇ.പി. ജയരാജൻ ആത്മകഥയിൽ രണ്ടാം പിണറായി സർക്കാർ ദുർബലമെന്ന് ഇ.പി. പറയുന്നു. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്നും ആത്മകഥയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ വാർത്ത തള്ളുകയാണ് ഇ.പി. ജയരാജൻ ചെയ്തത്. തന്റെ ആത്മകഥ പൂർത്തിയായിട്ടില്ല, താനാരെയും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് PV അൻവറിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എത്തിയത്. PV അൻവർ പറഞ്ഞത് താനും ഇ.പിയും തമ്മിലുള്ള വൈകാരികമായ അടുപ്പം, സൗഹൃദം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതറിയാവുന്നതിൽ തന്നെയാകാം ഇതിനു പിന്നിൽ. അദ്ദേഹം അങ്ങനെ പറയാൻ സാധ്യതയില്ല. അക്കാര്യം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട്. ഒപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി അവർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടാകും എന്നുള്ള രീതിയിൽ കൂടി PV അൻവറും പറയുകയുണ്ടായി. സ്മിത, ഇ.പി. ജയരാജനും PV അൻവറും അവരവരുടെ കാഴ്ചപ്പാടുകളിലും അവരുടെ വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. എന്നാൽ വസ്തുത മറ്റൊന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇ.പി. ജയരാജൻ എഴുതിയ ആത്മകഥയുടെ വിവരങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം അറിയാതെ DC ബുക്സിൻ്റെ കയ്യിലേക്ക് എത്തുക? DC ബുക്സും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനമാണ്. അവർ ഇന്നലെ രാത്രി ഇൻസ്റ്റഗ്രാം പേജിൽ ഈ ഇ.പി. ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് ഉടൻ പുസ്തകം വരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രൊമോഷണൽ കാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇ.പി. ജയരാജൻ തീർത്തും അറിയാതെയല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഉള്ളടക്കം പുറത്തു വന്ന ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ് ഇ.പി. ജയരാജനെ തൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളെ പാടെ തള്ളിപ്പറയാൻ പ്രേരിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, ഒന്നാം സർക്കാരിനെ പോലെ ഉള്ള ജനാംഗീകാരം ഈ സർക്കാരിനില്ല, ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥി, പാലക്കാട്ടെ സ്ഥാനാർത്ഥി മറുകണ്ഠം ചാടി വന്ന ആളാണ്, അതെങ്ങനെ സ്വീകരിക്കപ്പെടും എന്ന ആശങ്ക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഈ പുസ്തകം തെരഞ്ഞെടുപ്പ് ദിവസം വലിയ തോതിൽ ചർച്ചയായാൽ അത് തനിക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് ഇ.പി. പുസ്തകത്തെയും അതിൻ്റെ ഉള്ളടക്കത്തെയും പാടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നതാണ് വസ്തുത. അൻവർ ഇങ്ങനെയൊന്നും പറയില്ല. ഇത് പുറത്തു വന്നതിൽ P. ശശി പോലുള്ളവരെയൊക്കെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് കൊണ്ട് മാത്രമാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും പുസ്തകം ഇന്ന് തന്നെ പുറത്തു വരുമെന്ന് DC ബുക്സ് ഉറപ്പിച്ച് പറയുമ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് അറിയാനുള്ളത്. ഇ.പി. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത പാർട്ടിയുമായുള്ള പിണക്കമെല്ലാം തീർത്തിരുന്നു. മറ്റന്നാൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ചേരാനിരിക്കുകയാണ്. നാളെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്താനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പാർട്ടിയുമായിട്ടുള്ള പിണക്കമെല്ലാം മാറ്റിവെച്ച് കമ്മിറ്റികൾ സജീവമാകാനിരിക്കുമ്പോഴാണ് ഈ പുസ്തകം ഒരു വിവാദമായി മാറുന്നത്. ആ പുറത്തു വന്ന ദിവസത്തിൻ്റെ പ്രത്യേകതയും ഇത് രണ്ടുമാണ് ഇ.പിയെ ഇത്തരമൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തനേഷ് തമ്പി കൂടി ചേരുന്നുണ്ട്. തനേഷ്, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തീർച്ചയായിട്ടും LDFനെ സംബന്ധിച്ചിടത്തോളം ഇന്നതൊരു വലിയ തലവേദനയാകുന്നു. വലിയ പ്രതിരോധത്തിൽ പാർട്ടിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇ.പി. കാര്യം നിഷേധിക്കുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കും, സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു ഇ.പി. പറയുന്നു. പക്ഷേ ഇതിന് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ആത്മകഥയിൽ പറയുന്നുമുണ്ട്. സ്മിത, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പതിറ്റാണ്ടുകളുടെ വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനമാണ് DC ബുക്സ്. അവർ ഏതെങ്കിലും ഒരു ഇ.പി. ജയരാജനെ പോലൊരു നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ആത്മകഥ അച്ചടിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവില്ലാത്ത കാര്യങ്ങൾ തയ്യാറാക്കുകയോ ചെയ്യില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. മാത്രമല്ല, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻസ്റ്റാഗ്രാമിലടക്കം അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇ.പി. ജയരാജൻ തന്നെ തൻ്റെ ആത്മകഥ ഉടൻ പുറത്തു വരും, താൻ അതിൻ്റെ പണിപ്പുരയിലാണ് എന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഈ വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും പ്രതിരോധത്തിലാകുന്നത് ഇ.പി. ജയരാജനാണ്. കാരണം ഞാൻ കഴിഞ്ഞ ലൈവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 6 മാസം പൂർത്തിയാകുന്നതേ ഉള്ളൂ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം രാവിലെയാണ് പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇ.പി. ജയരാജൻ നടത്തുന്നത്. അത് ഉണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കം ചെറുതായിരുന്നില്ല. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ഒരു പ്രസ്താവന സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് CPIM തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, വലിയ വിമർശനം അതിൻ്റെ പേരിൽ ഇ.പി. ജയരാജനെ ഏറ്റുവാങ്ങേണ്ടിയും വന്നിരുന്നു. പാർട്ടിയിലാകെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. ഇന്ന് ഈ വാർത്ത കൂടി പുറത്തു വരുമ്പോൾ അത് വീണ്ടും ഇ.പി. ജയരാജനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. അദ്ദേഹം പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളത് എല്ലാവർക്കും നിസ്സംശയം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ അടുത്ത കാലം വരെ പാർട്ടിയുമായി പിണങ്ങി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ഇ.പി. ജയരാജൻ ഈ സമീപകാലത്താണ് അല്പമെങ്കിലും പാർട്ടി പരിപാടികളിലേക്ക് മടങ്ങി വരുന്നത്. അതിനുശേഷം ഈ അദ്ദേഹം കൂടുതൽ സജീവമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ വിവാദവും വരുന്നത്. സ്വാഭാവികമായും ഇത് പാർട്ടി നേതൃത്വത്തെ
കൂടുതൽ പ്രതിരോധത്തിലാക്കും. മാത്രമല്ല EP ജയരാജനു മേൽ കൂടുതൽ സംശയത്തിൻ്റെ നിഴൽ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതിനെങ്ങനെ EP ജയരാജൻ മറികടക്കും? അതിൻ്റെ ഒരു ആശങ്കയോ അതിൻ്റെ ഒരു വെപ്രാളമോ ആയിരിക്കാം അദ്ദേഹം ഈ ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ, ഈ വാർത്ത പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് തൻ്റെ ആത്മകഥയെ അല്ല എന്ന മട്ടിൽ, അത് താൻ ഇതുവരെ കൈമാറിയിട്ട് പോലുമില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ വസ്തുത മറ്റൊന്നാണ് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ വന്നിട്ടുള്ള, പ്രത്യേകിച്ച് വിഭാഗീയതയുടെ കാലത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, നവ ലിബറൽ നയങ്ങൾക്കനുസൃതമായി CPIM കൊണ്ടുപോകുന്നതിൽ മുൻപന്തിയിൽ EP ജയരാജനാണ് എന്ന് VS പക്ഷം ആരോപിച്ചിരുന്നു. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ പുത്തൻ മുതലാളിമാരും സാന്റിയാഗോ മാർട്ടിനെ പോലെയുള്ള വിവാദ വ്യവസായികളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അടുത്ത ബന്ധമാണ്. ദേശാഭിമാനിക്ക് ബോണ്ടുകൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായ വിവാദങ്ങൾ പാർട്ടിയെ തന്നെ പിടിച്ചുലച്ചിരുന്നു. EP ജയരാജനെതിരെ വലിയ പോരാട്ടം തന്നെ ആ കാലത്ത് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷേ അതിനെയൊക്കെ അദ്ദേഹം അന്ന് എങ്ങനെയാണോ പ്രതിരോധിച്ചത്, അല്ലെങ്കിൽ അന്ന് പറഞ്ഞിരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ വന്ന വൈദേകം റിസോർട്ട് വരെയുള്ള വിവാദങ്ങളിൽ അദ്ദേഹം അഭിമുഖങ്ങളിലൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനകളിലൂടെയും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. പക്ഷേ അത് ഒന്നുമല്ല ഇവിടെ പ്രശ്നമായി വരുന്നത്. കാരണം 20-നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് തൊട്ട് മുൻപുള്ള ഈ ദിവസങ്ങളിൽ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് കലാശക്കൂട്ടിലേക്കുള്ളത്. ആ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ചർച്ച ചെയ്യാനുള്ള ഒരു പുതിയ വിഷയം ഇട്ടുകൊടുത്തിരിക്കുകയാണ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത നിലനിൽക്കുന്നത്. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ പാലക്കാട് LDF-ന്റെ സ്ഥാനാർത്ഥിയിൽ അവിശ്വാസ്യത രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് എങ്ങനെ ഇനി അണികളോട് വിശദീകരിക്കും, പാലക്കാട് വോട്ടർമാരോട് വിശദീകരിക്കുമെന്ന തലപൊകുഞ്ഞുള്ള ആലോചനയിലേക്ക് CPIM കടക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം EP ജയരാജൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇനി CPIM നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സ്മിത, തനേഷ് തമ്പിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം R ശ്രീജിത്തും ദീപക് ധർമ്മടവും ടോബി ജോൺസണും ചേരുന്നുണ്ടായിരുന്നു. തനേഷ് തമ്പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് EP ജയരാജൻ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ട വിവരങ്ങൾ. അതിൽ പല കാര്യങ്ങളും EP പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യം EP നിഷേധിക്കുമ്പോഴും EP-യെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് ഈ വാർത്തകളെല്ലാം തന്നെ. നിയമ നടപടി സ്വീകരിക്കും, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഉടൻ തന്നെ അക്കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് EP ഈ സാഹചര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്.